വിവിധ രാജ്യങ്ങളിലെ സായുധ ഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ വില കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഇറാഖ്, സിറിയ, യമൻ എന്നിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ ഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുകയാണ്. മേഖല യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സൈബർ വിങ്ങിനെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉപരോധവും പ്രഖ്യാപിച്ചു. ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ 6 ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കുമാണ് ഉപരോധം. ഇറാഖിലെയും സിറിയയിലെയും 80 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഉപരോധ പ്രഖ്യാപനം. റവല്യൂഷണറി ഗാർഡ്സിന്റെ എലൈറ്റ് ഖുഡ്സ് ഫോഴ്സിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ച് തുർക്കി ആസ്ഥാനമായ എണ്ണ കമ്പനിയുടെ $108 മില്യൺ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. അതിനിടെ ചരക്ക് കപ്പൽ നഗമ്പടിയായി ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരവും ഇട്ടു. ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ അറിയിച്ചിരുന്നു. മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കമായാണ് ചൈനയുടെ നടപടിയെ വിലയിരുത്തുന്നത്. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന കൂട്ടക്കുരുതിയിൽ പിന്നിട്ട 24 മണിക്കൂറിനിടെ 107 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 165 പേർക്ക് പരിക്കേറ്റു. ഇതുവരെ 27,238 പേർ കൊല്ലപ്പെടുകയും 66,452 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. യുദ്ധക്കെടുതിയിൽ അസ്വസ്ഥരായ ഗാസയിലെ 12 ലക്ഷം കുട്ടികൾക്ക് മാനസികാരോഗ്യ പിന്തുണ ആവശ്യമാണെന്ന് യുനിസെഫ് കണക്കാക്കുന്നതായി UN റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഇറാനെ ഉന്നം വെച്ചുള്ള സൈനിക നടപടികൾ തുടരാനുറപ്പിച്ച് അമേരിക്ക കൂടുതൽ ആക്രമണ സാധ്യത മുൻനിർത്തി ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തവുമാണ്. വിവിധ രാജ്യങ്ങളിലെ സായുധ ഭാഗങ്ങളുടെ നീക്കങ്ങൾക്ക് ഇറാൻ വില കൊടുക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ ഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുന്ന അമേരിക്കൻ മുന്നറിയിപ്പിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കനക്കുകയാണ്. മേഖലാ യുദ്ധം ക്ഷണിച്ചു വരുത്താനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പും നൽകി. അതിനിടെ ഗാസയിൽ ഇതുവരെ 10,000-ഓളം ഹമാസ് അംഗങ്ങളെ വധിച്ചെന്ന് ഇസ്രയേൽ. തെക്കൻ നഗരമായ ഖാൻ യൂനിസ് കേന്ദ്രീകരിച്ചുള്ള ഹമാസ് ശൃംഖലയെ തകർത്തെന്നും ഇനി റാഫ നഗരത്തിലെ തീവ്രവാദ ഘടകങ്ങളെ തുടച്ചു നീക്കുമെന്നും ഇസ്രയേൽ പറഞ്ഞു. വടക്കൻ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളാൽ തിങ്ങി നിറഞ്ഞ അവസ്ഥയിലാണ് ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റാഫ. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 27,000 കടന്നു. ഇതിനിടെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനുമായുള്ള മധ്യസ്ഥ കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയെന്നും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ശുഭകരമായ പ്രതികരണം പ്രതീക്ഷിക്കുന്നതായും ഖത്തർ അറിയിച്ചു. അതേസമയം ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിൽ മനോരോഗികൾ പടരുന്നുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണവും അതിനുശേഷമുള്ള സംഭവങ്ങളിലും ഇസ്രയേൽ പൗരന്മാരിൽ ഭീതിയും പിരിമുറുക്കവും വിഷാദരോഗവും പടരാൻ കാരണമായതായി റിപ്പോർട്ടുണ്ട്. ഇസ്രയേലി പൗരന്മാരെ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അത്രയും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്നും അടുത്തിടെ ലാൻസെറ്റ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനത്തിൽ വ്യക്തമാക്കി. ഇതൊരു ദേശീയ ദുരന്തമായി മാറിക്കഴിഞ്ഞുവെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് യോസി ലെവി ബെൽസ് ചൂണ്ടിക്കാട്ടി. ഒക്ടോബർ 7 ശേഷം രാജ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഹെൽപ്പ് ലൈനുകളിലേക്കുള്ള അന്വേഷണങ്ങൾ ഇരട്ടിയായതായി ഡയറക്ടർ ഷിറി ഡാനിയേൽസ് അറിയിച്ചു. ആക്രമണങ്ങളുടെ ഇരകളും അതിന് സാക്ഷ്യം വഹിച്ചവരും മാത്രമല്ല, മറിച്ച് അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെ ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.